കേരളക്കരയിൽ ഖുറാഫാത്ത് കൊടുമ്പിരി കൊണ്ടുവന്ന ഒരു കാലഘട്ടത്തിൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കറുകറുത്ത കരിമ്പടം പോലെ കേരളത്തിന്റെ ഒളിച്ചത്ത മുഴുവൻ തടഞ്ഞുകൊണ്ട് ഈ ഉമ്മത്തിനെ അനാചാരങ്ങളിലേക്കും അന്ധവിശ്വാസങ്ങളിലേക്കും ദുരാചാരങ്ങളിലേക്കും ദിനേന ആയിക്കൊണ്ടിരുന്ന പുരോഹിത വർഗത്തിന്റെ ചങ്ങലക്കെട്ടുകൾക്കുള്ളിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടാനാവാത്ത വിധം ഈ ഉമ്മത്ത് കുടുങ്ങിക്കിടന്ന സമയത്ത് യഥാർത്ഥ ഖുർആനിന്റെയും സുന്നത്തിന്റെയും വെളിച്ചവുമായി ദഅവത്തിനിറങ്ങിയ ഉമർ മൗലവി അന്ന് അനുഭവിച്ച ത്യാഗങ്ങളും പ്രയാസങ്ങളും അദ്ദേഹം പറയുന്നുണ്ട്. സ്വന്തം നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും വധഭീഷണി വന്ന് കൊല്ലുമെന്ന് ഭയപ്പെട്ട് രാത്രിക്ക് രാത്രി ആരോരും കാണാതെ കാൽനടയായി ഒളിച്ചോടേണ്ടി വന്നിട്ടുണ്ട്. ആ മനുഷ്യന് പച്ചവെള്ളം കൊടുക്കരുത് എന്ന് അന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവർക്ക് പച്ചവെള്ളം പോലും കൊടുക്കരുത് എന്ന് വീട്ടുകാർ പോലും തീരുമാനിച്ചിരുന്ന ഒരു കാലഘട്ടം. ആലോചിക്കണം നിങ്ങൾ, വീട്ടിൽ നിന്ന് പോലും പച്ചവെള്ളം കൊടുക്കാത്തൊരു കാലഘട്ടം. ഹോട്ടലിൽ പോയിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിന് ചോദിച്ചാൽ ആ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാത്ത കാലഘട്ടം. വെള്ളം തരൂല. വഹാബിക്ക് വെള്ളം കൊടുക്കുന്നതിനും നല്ലത് ഒരു നായക്ക് വെള്ളം കൊടുക്കുന്നതാണ് എന്ന് പറഞ്ഞ കാലഘട്ടം. ഒരു വഹാബിന്റെ ബാർബർ ഷോപ്പിലേക്ക് മുടി മുറിക്കാൻ വന്നാൽ അവനതിന്റെ കടയിലേക്ക് കയറ്റി പോകരുത് എന്ന് പറഞ്ഞ കാലഘട്ടം. പലചരക്ക് കടകളിൽ നിന്ന് ഈ പറയുന്ന മനുഷ്യന്മാർക്ക് സാധന സാമഗ്രികൾ കൊടുക്കാതെ ബഹിഷ്കരിക്കപ്പെട്ട കാലഘട്ടം. എന്തിനു പ്രിയപ്പെട്ടവരെ, ആ നാട്ടിലുള്ള ആളുകളുടെ വീട്ടിൽ കയറി മോഷണം നടത്തിയതിനു വേണ്ടിയാണോ? അതല്ല, ആ നാട്ടിലുള്ള പ്രമാണിമാരുടെ പെൺമക്കളെ പ്രേമിച്ചതിനു വേണ്ടിയാണോ? അതല്ലെങ്കിൽ ആ നാട്ടിൽ എന്തെങ്കിലും വഞ്ചനാത്മകമായ കച്ചവടം നടത്തുന്നതിനു വേണ്ടിയാണോ? അല്ല, മറിച്ച് ഓരോ ദിവസവും ഓരോ വലിയകളെ വിളിച്ചു തേടിക്കൊണ്ടിരുന്ന, ഓരോ ഔലിയാക്കളെ വിളിച്ചു തേടിക്കൊണ്ടിരുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഇസ്ലാമിന്റെ അടിസ്ഥാന സമ്പത്തിന്റെ കടക്ക് കത്തിവെച്ച് ശിർക്കിലേക്കും കുഫ്രിലേക്കും ആഴ്ന്നുകൊണ്ടിരിക്കുന്ന ഒരു സമുദായത്തോട് നിങ്ങൾ അവരെ വിളിക്കരുത്, നിങ്ങൾ പടച്ചോനെ വിളിക്കണം, അല്ലാഹനെ വിളിക്കണം എന്ന ഒരൊറ്റ വാക്ക് പറഞ്ഞതുകൊണ്ട് മാത്രം ഒരു ഭാഗത്ത് നിന്ന് ബഹിഷ്കരണങ്ങൾ വന്നപ്പോ മറുഭാഗത്തു നിന്ന് ചില വളരെ മാന്യന്മാരായ ഇൻസൈഡുകാരെ വിളിച്ചു, ശ്മശാന വിപ്ലവക്കാരെന്ന് വിളിച്ചു, വിഘടനവാദികളെന്ന് വിളിച്ചു. ഇവർക്ക് വേറെ പണിയില്ലേ, ഇവർക്ക് വേറൊന്നും പറയാനില്ലേ എന്ന് പറഞ്ഞ് പരിഹസിച്ചു. അപ്പോഴെല്ലാം മുജാഹിദുകൾ, വഹാബികൾ അഭിമാനത്തോടെ ഇന്നും ആ പേരുകൾ സ്വീകരിക്കുന്നു, വഹാബികൾ. അപ്പോഴെല്ലാം പറഞ്ഞു, മക്കയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പൂച്ചെണ്ടുകളും പ്രശംസകളും ഹർഷാരങ്ങളും കിട്ടിയിട്ടില്ലെങ്കിൽ ഈ കേരളക്കരയിൽ തൗഹീദ് പറഞ്ഞാലും പൂച്ചെണ്ട് കൊണ്ട് ആരും സ്വീകരിക്കൂല. എന്റെ പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും നാട്ടിൽ പോയിട്ട് നിങ്ങൾ ലഹരിക്കെതിരെ സംസാരിച്ചാൽ അവിടെ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ഷെയ്ക്കേണ്ട ആളുകളുണ്ട്, പ്രശംസിക്കാൻ ആളുകളുണ്ട്, നിങ്ങളെ വാലോളം പുകഴ്ത്താൻ ആളുകളുണ്ട്. മാതാപിതാക്കളെ കുറിച്ചുള്ള കടമകളെ കുറിച്ച് സംസാരിക്കുന്നവർ, കുടുംബ ബന്ധങ്ങളെ കുറിച്ച് സംസാരിക്കുന്നവർ, നരകത്തെ കുറിച്ചും സ്വർഗത്തെ കുറിച്ച് സംസാരിക്കുന്നവർ, മരണത്തിന്റെ സമയത്തെ കുറിച്ച് സംസാരിക്കുന്നവർ, എല്ലാം ആവശ്യം തന്നെ. ഈ വിഷയങ്ങളൊന്നും പറയുമ്പോൾ ആർക്കൊരു കുഴപ്പമില്ല, ആർക്കൊരു പ്രശ്നമില്ല, എല്ലാവരും അംഗീകരിക്കുകയും ആ പറയുന്ന ആൾ സർവസമ്മതരായി മാറുകയും ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ എവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുവോ, കരകളഞ്ഞ വഹദാനിയത്തിന്റെ ഉജ്ജ്വലമായ വാക്കുകൾ നിങ്ങൾ എവിടെ ഉരുവിടാൻ തുടങ്ങുന്നുവോ, എവിടെ ഈ കരകളഞ്ഞ വഹദാനിയത്തിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ തുടങ്ങുന്നുവോ, അവിടെ നിങ്ങൾ വിഘടനവാദിയാകുന്നു, അവിടെ നിങ്ങൾ വഹാബിയാകുന്നു, അവിടെ നിങ്ങൾ വൃത്തികെട്ടവനാകുന്നു, അവിടെ നിങ്ങൾ പലയിടങ്ങളിലും വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനാകുന്നു. പക്ഷെ കേരളം മാറി, പ്രിയപ്പെട്ടവരെ. അന്ധവിശ്വാസത്തിന്റെ കരിപ്പടകൾ നീക്കിക്കൊണ്ട് പരിശുദ്ധ ഖുർആനിന്റെയും സുന്നത്തിന്റെയും സൂര്യവെളിച്ചത്തിൽ പല അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും കരിഞ്ഞുപോയി. വിലയാണത്. പതിറ്റാണ്ടുകളുടെ ഈ ഉമ്മത്തിൽ പ്രവർത്തിച്ച സാത്വികരായ പണ്ഡിതന്മാരുടെ ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും വിലയാണ് ഈ ഉമ്മത്തിൽ അനുഭവിക്കുന്ന നവോത്ഥാനം, പ്രിയപ്പെട്ടവരെ. അതിന് അല്ലാഹു നൽകിയ സമ്മാനമാണ് ഈ ഉമ്മത്ത് ഇന്ന് അനുഭവിക്കുന്ന ആ ഒരു നവോത്ഥാനം. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നും അത്തരത്തിലുള്ള ആളുകൾക്ക് ഒരു മനോനില കൊടുത്തിട്ടുണ്ട്. ഖുർആനിൽ സംസാരിച്ചിട്ടുണ്ട്, അല്ലാഹനെ മാത്രം നിങ്ങൾ വിളിക്കണം എന്ന് പറയുമ്പോ, അല്ലാഹുവിനോട് മാത്രം ദുആ ചെയ്യണം എന്ന് പറയുമ്പോ, അല്ലാഹുവിനോട് മാത്രമേ തേടാൻ പാടുള്ളൂ എന്ന് പറയുമ്പോ അത് ഇബ്ലീസിന്റെ പ്രമേയമാണ് എന്ന് പറഞ്ഞ ആളുകൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അവരെ കുറിച്ച് ഖുർആൻ സംസാരിച്ചിട്ടുണ്ട്. എന്താണ് ഖുർആൻ പറഞ്ഞത്? അല്ലാഹു പറയാൻ, വഇദാ ദുകിറല്ലാഹു വഹ്ദഹു ഇസ്മഅസ്സത് ഖുലൂബുൽ ലദീന ലാ യുമിനൂന ബിൽ ആഖിറ. അല്ലാഹുവിനെ കുറിച്ച് മാത്രം ഓർമ്മിപ്പിക്കപ്പെടുമ്പോ, അല്ലാഹുവിനെ കുറിച്ച് മാത്രം പറയപ്പെടുമ്പോ
ഇഷ്മഅസ്സത് ഖുലൂബുൽ ലദീന ലാ യുമിനൂന ബിൽ ആഖിറ. പരലോകത്തിൽ വിശ്വസിക്കാത്ത മുനാഫിഖുകളായ ആളുകളുടെ മുഖങ്ങൾ അതാ കരിവാളിക്കുകയാണ്, അവരതാ വേദനിക്കുകയാണ്, അവർക്ക് വല്ലാത്ത പ്രയാസമാണ്, വല്ലാത്ത ബുദ്ധിമുട്ടാണ്. പടച്ചോനെ മാത്രം നിങ്ങൾ വിളിക്കണമെന്ന് പറയുമ്പോ അവര് വല്ലാതെ പ്രയാസപ്പെടുകയാണ്. എന്നാൽ വഇദാ ദുഖിറല്ലദീന മിൻ ദൂനിഹി ഇദാ ഹും യസ്തബ്ശിറൂൻ. പടച്ചോനെ പുറമെയുള്ള ഔലിയാക്കളെ കുറിച്ച് പറയപ്പെട്ടാൽ, മൊയ്‌ദീൻ ശൈഖിനെ കുറിച്ച് പറയപ്പെട്ടാൽ, മറ്റുള്ള ബദരീകളെ കുറിച്ചും അതുപോലെ തന്നെ ഉഹദീകളെ കുറിച്ചുമെല്ലാം അവരെ വിളിക്കുന്നതിനെ കുറിച്ചും അവരെ വിളിച്ചുകൊണ്ട് ഇസ്തിഗാസ തേടുന്നതിനെ കുറിച്ചുമെല്ലാം പറയപ്പെട്ടാൽ അവരതാ സന്തോഷവാന്മാരാണ്, അവർക്ക് സന്തോഷായി, അവർക്ക് ഹാപ്പിയായി, അവർ സംതൃപ്തരാണ്. ഇതാണ് അഹ്ലുസുന്നന്റെ പണ്ഡിതൻ എന്നാണ് പറയുക. നല്ല തൊപ്പിയും നല്ല തലയിക്കെട്ടും വെള്ളക്കുപ്പായൊക്കെ ഇട്ട് വന്ന് ബദരീകളൊക്കെ വിളിച്ച് മമ്പ്രത്തങ്ങളൊക്കെ വിളിച്ച് ഇപ്പൊ പ്രത്യേകിച്ച് ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുന്ന സിയമടവൂരിനൊക്കെ ഒന്ന് വിളിച്ച് ഒരു അരമണിക്കൂർ പ്രഭാഷണം നടത്തി കഴിഞ്ഞാൽ സന്തോഷം. ഇതാണ് അഹ്ലുസുന്നന്റെ പ്രഭാഷണം. ഇത് അഹ്ലുൽ ബിദ്അത്തി വൽ ഖുറാഫാത്തിന്റെ പ്രഭാഷണമാണ് പ്രിയപ്പെട്ടവരെ. ഇത് ഇസ്ലാമിന് പുറത്തു പോകുന്ന പരിപാടിയാണ്. ഇത് ഇന്നും ഇത്തരത്തിലുള്ള ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹുവിനെ മാത്രം എന്ന് പറയുന്നത് വല്ലാത്തൊരു പ്രയാസമാണ്, വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ആളുകളോട്, ഈ ഒരു പ്രബോധിത സമുദായത്തോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്നതിന്റെ ഏറ്റവും നല്ല മാതൃക നമുക്ക് കാണാൻ സാധിക്കുക മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തിലാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നുണ്ട്, ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ. ഉദ്ഉ ഇലാ സബീലി റബ്ബിക, നീ നിന്റെ രക്ഷിതാവിലേക്ക് ക്ഷണിച്ചുകൊണ്ടേയിരിക്കുക, നിങ്ങൾ നിങ്ങളുടെ റബ്ബിലേക്ക് ക്ഷണിച്ചുകൊണ്ടേയിരിക്കുക. എന്തൊക്കെ കൊണ്ട്? ബിൽ മൗഇദ, നല്ല ഉപദേശങ്ങൾ കൊണ്ട്, നല്ലതായ വഅദുകൾ കൊണ്ട്, ബിൽ മൗഇദത്തിൽ ഹസന, ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന, ഹിക്മത്ത് കൊണ്ടും തന്ത്രങ്ങൾ കൊണ്ടും യുക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും അതുപോലെ തന്നെ സദുപദേശങ്ങൾ കൊണ്ടും നിങ്ങൾ അല്ലാഹുവിലേക്ക്, അവരുടെ റബ്ബിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുക. വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ, ഏറ്റവും നല്ല രീതിയിൽ അവരോട് സംവാദത്തിൽ ഏർപ്പെടുകയും ചെയ്യുക, അവരോട് വിഷയത്തിൽ സംവാദം നടത്തിക്കൊണ്ടേയിരിക്കുക എന്ന് പരിശുദ്ധ ഖുർആനിൽ പടച്ചറബ് നമുക്ക് പറഞ്ഞു തരികയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തിന്റെ ഒന്നാമത്തെ ഘട്ടം ഈ സംവാദങ്ങളുമായി നിറഞ്ഞു നിൽക്കുന്ന സംവാദങ്ങളാണ്. ഒന്നാമതായി ഇബ്രാഹിം നബി സംവാദം നടത്തുന്നത് ആരോടാണ്? സ്വന്തം പിതാവിനോടാണ്. എപ്രകാരമാണ് അദ്ദേഹം സംവാദം നടത്തുന്നത്? ബാപ്പാനെ ബഹുമാനിക്കാതിരിക്കുകയില്ല, ബാപ്പയോട് ആദരവുകേട് കാണിക്കുകയില്ല, മറിച്ച് യാ അബസ്, എന്റെ പ്രിയപ്പെട്ട ഉപ്പ, എന്റെ പ്രിയപ്പെട്ട വാപ്പ. സ്നേഹത്തോടു കൂടിയുള്ള അഭിസംബോധനയാണത്, ബഹുമാനത്തോടുകൂടിയുള്ള അഭിസംബോധനയാണത്. എന്നിട്ട് ചോദിക്കുകയാണ്, ലിമ തഅബുദു മാ ലാ തസ്മഉ വലാ തുബ്സിറു വലാ തുഗ്നി അൻക ശൈആ. കാണാനും കേൾക്കാനും ഉപകാരം ചെയ്യാനും സാധിക്കാത്ത ഈ ബിംബത്തിനെ എന്തിനാണ് എന്റെ വാപ്പ നിങ്ങൾ ആരാധിക്കുന്നത്? ഇതിനോട് എന്തിനാണ് നിങ്ങളുടെ ആവശ്യങ്ങൾ അർത്ഥിക്കുന്നത്? ഇത് കാണില്ല ഉപ്പ, ഇത് കേൾക്കില്ല ഉപ്പ, നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്കും പ്രാർത്ഥനകൾക്കും ഒരു ഫലവും ഉണ്ടാകില്ല വാപ്പ എന്ന് ആദ്യമായി ദൈശനിക സംവാദം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നടത്തുന്നത് സ്വന്തം പിതാവിനോടാണ്. ആ പിതാവിന്റെ മറുപടി എന്താണ് പ്രിയപ്പെട്ടവരെ? ഖാല അറാദിബുൻ അൻത അൻ ആലിഹതി യാ ഇബ്രാഹിം. ഇബ്രാഹിമേ, എന്റെ ഇലാഹുകളെ ഒഴിവാക്കാനാണോ നീ ഉദ്ദേശിക്കുന്നത്? എന്റെ ഇലാഹുകളെ തള്ളിപ്പറയാനാണോ നീ ഉദ്ദേശിക്കുന്നത്? എങ്കിൽ അറിഞ്ഞുകൊള്ളുക, ഞാൻ നിന്നെ എറിഞ്ഞാട്ടുക തന്നെ ചെയ്യുന്നതാണ്. ഈ വീട്ടിൽ നിനക്കൊരു സ്ഥാനവും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് സുരക്ഷിതമായി എന്നെ വിട്ടുകൊണ്ട് മറ്റേതെങ്കിലും സ്ഥാനം നീ കണ്ടെത്തിക്കൊള്ളുക എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് സ്വന്തം പിതാവ് പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ പിതാവിന്റെ സ്വത്ത് അപഹരിച്ചതിനല്ല, എന്റെ ഭാഗം എനിക്ക് തരണമെന്ന് പറഞ്ഞ് പിതാവിനെ ശല്യപ്പെടുത്തിയതിനല്ല, മറിച്ച് പിതാവ് ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ബിംബം കാണുകയും കേൾക്കുകയും ചെയ്യുകയില്ല എന്ന വലിയ വസ്തുത അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തതിന് വേണ്ടിയാണ്. നീ എന്റെ ഇലാഹുകളെ തള്ളിപ്പറയുകയാണെങ്കിൽ ഇബ്രാഹിമേ, ഈ വീട്ടിൽ നിനക്കൊരു സ്ഥാനവും ഉണ്ടാവുകയില്ല എന്ന് അദ്ദേഹത്തിന്റെ പിതാവ് അദ്ദേഹത്തോട് പറയുകയാണ്.
സംവാദം അവസാനിക്കുന്നത് അങ്ങനെയാണ്. ഇന്ന് കേരളക്കരയിൽ നടക്കുന്ന ഒരുപാട് കുടുംബങ്ങളിൽ നടക്കുന്ന ഒരു തരത്തിലുള്ള സംവാദമാണിത്. അതാ പടച്ചോനെ മാത്രം വിളിക്കണമെന്ന് പറയുമ്പോ, അല്ലാഹനെ മാത്രം വിളിക്കണമെന്ന് പറയുമ്പോ, വഇദാ ഖീല ലഹും ഇത്തബിഉ മാ അൻസലല്ലാഹ് ഖാലൂ ബൽ നത്തബിഉ മാ അൽഫൈനാ അലൈഹി ആബാഅനാ. പടച്ചറപ്പ് അവതരിപ്പിച്ച പരിശുദ്ധ ഖുർആനിലേക്കും സുന്നത്തിലേക്കും നിങ്ങൾ വരണമെന്ന് പറയുമ്പോ, ബൽ നത്തബിഉ മാ അൽഫൈനാ അലൈഹി ആബാഅനാ, ഞങ്ങൾ ഞങ്ങളുടെ പൂർവ്വപിതാക്കളെ കണ്ട കർമ്മങ്ങൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ, അവർ പോയ വഴിയിലൂടെ മാത്രമേ ഞങ്ങൾ പോവുകയുള്ളൂ എന്ന് ചില ആളുകൾ അതാ പ്രതികരിക്കുകയാണ്. ഇബ്രാഹിം നബിയുടെ വാപ്പ ഇബ്രാഹിം നബിയോട് പ്രതികരിച്ചതുപോലെ, നീ വർത്തമാനം നിർത്തിയിട്ടില്ലെങ്കിൽ ഈ വീട്ടിൽ നിനക്കൊരു സ്ഥാനം ഉണ്ടാവുകയില്ല, എന്റെ സ്വത്തിൽ നിനക്കൊരു വിഹിതം ഉണ്ടാവുകയില്ല എന്നെല്ലാമുള്ള സംസാരം പ്രിയപ്പെട്ടവരെ പ്രബുദ്ധ കേരളത്തിന്റെ പല വീടുകളിലും ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. പടച്ചോനെ മാത്രം വിളിക്കണമെന്ന് പറയുന്ന ഒരൊറ്റ കാരണം കൊണ്ട്. എന്നാൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തിലെ മാതൃക എന്താണ്? സ്വന്തം പിതാവാണ് ആദ്യമായി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ക്ഷണത്തെ നിരസിച്ചത്. ഈ നിരാശയുമായി ഇബ്രാഹിം നബി തന്റെ ദൗത്യം മുഴുവൻ വലിച്ചെറിഞ്ഞുകൊണ്ട് പ്രബോധനത്തിന്റെ രീതിയിൽ നിന്ന് മാറി നിൽക്കുകയില്ല ചെയ്തത്. പിന്നെ അദ്ദേഹം എന്താണ് ചെയ്തത്? വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. ആ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട അവസരം തനിക്കുള്ള വലിയൊരു അവസരമായി, തനിക്കുള്ള വലിയൊരു ചാൻസ് ആയിക്കൊണ്ട് കണ്ട് തന്റെ സമുദായത്തിന്റെ മധ്യത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അവരുടെ ചിന്തയെ ഉദ്ദീപിപ്പിക്കുന്ന, അവരുടെ മസ്തിഷ്കത്തെ ഉണർത്തുന്ന, അവരുടെ ചിന്താശേഷിയെ വളർത്തുന്ന തരത്തിലുള്ള പ്രബോധന സംവാദ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുകയാണ്. അതിനെക്കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരിക്കുന്നുണ്ട്. ഫലമ്മാ ജന്ന അലൈഹിൽ ലൈലു റആ കൗകബാ ഖാല ഹാദാ റബ്ബി ഫലമ്മാ അഫല ഖാല ലാ ഉഹിബ്ബുൽ ആഫിലീൻ. ആദ്യം ഇബ്രാഹിം നബി പറയുകയാണ്, ഈ കാണുന്ന നക്ഷത്രങ്ങളാണ് എന്റെ റബ്ബേ, എന്റെ ഇലാഹിന്റെ രക്ഷിതാവ്. ആ നക്ഷത്രങ്ങൾ അസ്തമിച്ചു പോകുമ്പോ ഇബ്രാഹിം നബി പറയുകയാണ്, അസ്തമിച്ചു പോകുന്ന ഒന്നിനെ ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. രണ്ടാമത്തെ ദിവസം അദ്ദേഹം പറയുകയാണ്, നക്ഷത്രങ്ങളെക്കാൾ വലുതായി കാണപ്പെടുന്ന, അതിനേക്കാൾ സൗന്ദര്യമുള്ള ഈ കാണുന്ന തിങ്കളാണ്, ഈ കാണുന്ന ചന്ദ്രനാണ് എന്നും നിന്ന് തൊട്ടെന്റെ ദൈവം. ചന്ദ്രനസ്തമിച്ച പ്രഭാതമായപ്പോ ഇബ്രാഹിം നബി ചോദിക്കുകയാണ്, ഞാൻ സ്വീകരിച്ച എന്റെ ഇലാഹിലേക്ക് വഴി കാണിച്ചു തന്നിട്ടില്ലെങ്കിൽ ഞാൻ വഴികേടിൽ പെട്ടവനായി പോകും. കിഴക്കൻ ചക്രവാളത്തിൽ നിന്ന് സൂര്യൻ ഉദിച്ചു പൊങ്ങിയപ്പോ ആ സൂര്യനെ ചൂണ്ടിക്കൊണ്ട് ഇബ്രാഹിം നബി പറയുകയാണ്, ഇതാണ് എന്റെ റബ്ബ്, ഇതെല്ലാറ്റിനേക്കാൾ വലുതുമാണല്ലോ. സൂര്യൻ അസ്തമിച്ചപ്പോ ഇബ്രാഹിം നബി പ്രഖ്യാപിക്കുകയാണ്, എന്റെ സമുദായമേ, ഇന്നി ബരീഉം മിമ്മാ തുശ്രികൂൻ, നിങ്ങൾ പങ്കുചേർക്കുന്ന അല്ലാഹു അല്ലാത്ത എല്ലാ ഇലാഹുകളിൽ നിന്നും ഞാനിതാ മാറി നിൽക്കുകയാണ്, വിട്ടു നിൽക്കുകയാണ്. എനിക്ക് അവയൊന്നുമായി യാതൊരു ബന്ധവുമില്ല. ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ്സമാവാതി വൽ അർദ ഹനീഫാ വമാ അന മിനൽ മുശ്രികീൻ. ഞാൻ എന്റെ മുഖത്തെ ആകാശഭൂമികളെ പടച്ച സർവ്വചരാചരങ്ങളെയും നിയന്ത്രിക്കുന്ന ലോകത്തിന്റെ രക്ഷിതാവിലേക്ക് ഞാൻ എന്റെ മുഖം തിരിച്ചിരിക്കുകയാണ്. വമാ അന മിനൽ മുശ്രികീൻ, ഞാൻ ഒരിക്കലും അവരിൽ പങ്കുചേർക്കുകയുമില്ല. ഈ സംസാരങ്ങളിലൂടെ ഇബ്രാഹിം നബി ചെയ്തതെന്താണ് പ്രിയപ്പെട്ടവരെ? നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, നിങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങൾ അസ്തമിച്ചു പോകുന്നതാണ്. നിങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങൾ നാശമടയുന്നവരാണ്, അവര് മരിച്ചു പോകുന്നവരാണ്, വിശപ്പുള്ളവരാണ്, ദാഹമുള്ളവരാണ്, മനാശങ്കയുള്ളവരാണ്, മൂത്രാശങ്കയുള്ളവരാണ്. അവര് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ മാനുഷികമായ ചാവല്യങ്ങൾ മുഴുവൻ ആ മനുഷ്യർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഇലാഹായി മാറാനുള്ള യാതൊരു അർഹതയും ആ മനുഷ്യർക്കില്ല. രണ്ടാമതായി ഇബ്രാഹിം നബി പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്താണ്? നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളുടെ
ചേരുന്നവരാണ്. മൂന്നാമതായി യഥാർത്ഥ ഇലാഹിലേക്ക്, യഥാർത്ഥ റബ്ബിലേക്ക് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ചൂണ്ടുവരൽ നൽകുകയാണ്. ആ റബ്ബിനെ കുറിച്ച് വിശദീകരിക്കുകയാണ്. നിങ്ങൾ ആരാധിക്കുന്നവരും നിങ്ങൾ ആരാധിക്കാത്തവരുമായ ലോകത്തിന്റെ ഈ മഹാപ്രപഞ്ചത്തിന്റെ സർവ്വചരാചരങ്ങൾ, അമീബ മുതൽ നക്ഷത്രം വരെയുള്ള, തിമിംഗലം മുതൽ ഏറ്റവും ചെറിയ ഉറുമ്പ് വരെയുള്ള സകല ചരാചരങ്ങളെയും സംവിധാനിക്കുകയും സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും നിയന്ത്രിക്കുകയും അന്നം നൽകുകയും ചെയ്യുന്ന ലോകത്തിന്റെ രക്ഷിതാവുണ്ടല്ലോ, ആ ലോകത്തിന്റെ രക്ഷിതാവിന് മാത്രമേ ഇലാഹാവാൻ സാധിക്കുകയുള്ളൂ. അവനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാനും പാടുള്ളൂ, അവനെ മാത്രമേ ആരാധിക്കാനും പാടുള്ളൂ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സംവാദത്തിന്റെ ആശയങ്ങളാണ്. ആലോചിക്കപ്പെട്ടവർ എത്ര സുന്ദരമായിട്ടാണ് തന്റെ സമുദായത്തിന് ഈ ഒരു ആശയം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം എത്തിച്ചു കൊടുക്കുന്നത്. അവരുടെ ഷൂസിൽ നിന്നാണ് ഇബ്രാഹിം ആദ്യം സംസാരിക്കുന്നത്. കാരണം നക്ഷത്രമാണ് എന്റെ ദൈവം എന്ന് പറയുമ്പോൾ അവർക്കറിയാം ആ വികാരം. കാരണം കണ്ണിക്കണ്ടിനൊക്കെ ദൈവമാക്കുന്ന ആൾക്കാരാണ് അവർ, കണ്ണിക്കണ്ടിനൊക്കെ ആരാധിക്കുന്ന ആൾക്കാരാണ് അവർ. അതുകൊണ്ട് നക്ഷത്രമാണ് ദൈവം എന്ന് പറയുമ്പോൾ അവർക്ക് പരാതിയില്ല. ചന്ദ്രനാണ് ദൈവം എന്ന് പറയുമ്പോ അവർക്ക് പരാതിയില്ല. സൂര്യനാണ് ദൈവം എന്ന് പറയുമ്പോ അവർക്ക് പരാതിയില്ല. എന്നാൽ ഇവയൊക്കെ സൃഷ്ടിച്ച സൃഷ്ടാവാണ് ദൈവം എന്ന് പറയുമ്പോ അവർക്ക് പരാതി തുടങ്ങലായി. പ്രശ്നം തുടങ്ങി, കുഴപ്പം തുടങ്ങി, ബഹിഷ്കരണങ്ങൾ തുടങ്ങി. ഒരു യുവാവുണ്ട്, ആളുകൾ ഇങ്ങനെ തശ്വീഷ് ഉണ്ടാക്കുന്നുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അവസാനം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സംവാദത്തിന് വേണ്ടി ആ രാജ്യത്തിന്റെ രാജാവ് ഒരുങ്ങുന്ന അവസ്ഥ വരുത്തി. ഇതാണ് ഇന്ന് നടക്കുന്നത്. നിങ്ങൾ മമ്പ്രത്തങ്ങളെ വിളിച്ചാൽ നിങ്ങൾ വിമർശിക്കാൻ ആരും ഉണ്ടാവില്ല. നിങ്ങൾ അവകാശത്തിനോട് സംസാരിക്കാൻ മുസ്ലിം മുതൽ ആളുകൾ പുറത്തേക്ക് വരിക, അതിനുണ്ടാവില്ല. നിങ്ങൾ പഠിച്ചോടെ മാത്രം വിളിക്കണം പറഞ്ഞാൽ അവിടെ നിങ്ങൾ വഹാബിയാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല തികഞ്ഞ വഹദാനിയത്തിന്റെ വക്താക്കളായി ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വഹീദുകളായി ജീവിച്ചു മരിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വനസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅൻ ജമീഇൽ മുസ്ലിമീന അജ്മഈൻ.